എനർജി. അപ്പോഴേ ഇന്ന് എന്റെ ഒരു ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് സ്വപ്നം. ഹോട്ടലടാ ടോപ്പിക്കും ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ? സ്വപ്നം, ഡ്രീംസ്. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. പക്ഷെ എപ്പോഴും ഈ സ്വപ്നം കാണുന്നതിൽ ഏറ്റവും ഭയങ്കരമായിട്ട്, അതായത് ഇനിയും നടക്കണം എന്ന ആഗ്രഹമുള്ള ഒരു സ്വപ്നം, അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ സിനിമ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയല്ലേ, അല്ലാത്ത വേണം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ എപ്പോഴും ഇങ്ങനെ ഈ ഒരു സ്വപ്നം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതങ്ങനെ നടന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അങ്ങനെ തോന്നിയ സ്വപ്നങ്ങളുണ്ടോ? ഞാൻ എപ്പോഴും കാണുന്നത് ഞാൻ പേടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. എന്താണ് പേടിക്കുന്നത്? മറ്റേ കൊറേ ഓടുന്നു പക്ഷെ കൊക്കയിലേക്ക് വീഴുന്നു, പരീക്ഷയ്ക്ക് പഠിക്കാതെ ചെല്ലുന്നു, ഉറങ്ങിപ്പോകുന്നു. അല്ല, ഞാൻ പൊതുവേ കാണാതെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉള്ളിൽ ഭയമുള്ള കാര്യങ്ങളാണ് സ്വപ്നമായിട്ട് ഞാൻ കാണുന്നത്. ഞാനൊരു ഹൊറർ സ്വപ്നം കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷ്വൽ കണ്ടൊരു സംഭവമാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രോഗ്രാമിന് പോയിട്ട് ഒരു വീട്ടിൽ അവിടെ ആരും താമസമില്ല, അവിടെ കുറെ പേര് മരിച്ചിട്ട് ആ വീട് അടച്ചിട്ടേക്കാണ്. സ്വപ്നമല്ലേ ഇത് പറയുന്നത്? സ്വപ്നമാണ്, അല്ല ഇത് യഥാർത്ഥ സംഭവമാണ്. ഞാൻ ഇപ്പൊ പറയുന്നത് യഥാർത്ഥ സംഭവമാണ്. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഞങ്ങളെല്ലാവരും കൂടി അവിടെ ചെന്നിട്ട് ആ വീട്, അത് യഥാർത്ഥം നടന്നത്, ആ വീട് അടച്ചിട്ട് അവിടെ ആരുമില്ല. അപ്പം നോക്കിയപ്പം ആ വീട്ടില് കുറെ ഫോട്ടോസ് ഉണ്ട്, ഫാമിലി, വലിയൊരു കുടുംബത്തിന്റെ ഫോട്ടോ ആണ്. അതിനകത്ത് മറ്റേ പണ്ടൊക്കെ ഡോക്ടറേറ്റ് കിട്ടില്ല, അത് വെച്ചിട്ടുള്ള കുറെ പേരുണ്ട്, കുറെ കൊച്ചുകുട്ടികളുണ്ട്, കുറെ വയസ്സായ ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പം ഇത് കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട് ഞാനിവിടെ പോയി ഇതെല്ലാം കണ്ടിട്ട് വർഷങ്ങൾക്ക് ശേഷം പുള്ളി ഗൾഫിലും പോയി, ഞാൻ അവിടുന്ന് പുള്ളി പിന്നീടാണ് ഗൾഫിൽ പോയി. അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഈ പുള്ളി എന്നെ വിളിക്കുകയാണ് ഒരു ദിവസം. എടാ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞാൽ മൈസൂർ ഷൂട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ റൂമിലാണ് ഞാൻ. പിന്നെ അങ്ങനെ കാര്യങ്ങൾ നമ്മൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് നിനക്ക് ഓർമ്മയുണ്ട് പണ്ട് നമ്മൾ ആ വീട്ടിൽ പോയത് ഓർമ്മയുണ്ട്? ഞാൻ പറയാം ശരി ഓർമ്മയുണ്ട്. അങ്ങനെയൊക്കെ ആ കഥകൾ പറഞ്ഞു. പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ആ റൂമിൽ ഇരുന്നുണ്ട് അന്ന് കണ്ട ഫോട്ടോ ഒക്കെ പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ ചേച്ചി. ഓർമ്മ വരുമ്പോൾ ഞാൻ പിന്നെ രാത്രിയായി, ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞാൻ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ കാണുന്ന സ്വപ്നമേ ആ ഫോട്ടോ കണ്ടവരെല്ലാവരും എനിക്ക് ചുറ്റും. ഞാനൊരു കട്ടിൽ കിടക്കുന്നു, എൻ്റെ കട്ടിലെ പിള്ളേർ കയറി അങ്ങോട്ട് പോകുന്നു. ഇതുവരെ എന്നെ ഇറിറ്റേഷൻ ആകുന്നു ഇവരെല്ലാവരും കൂടി. ആ സെയിം ഡ്രസ്സിൽ, ഡോക്ടറേറ്റിൻ്റെ ഡ്രസ്സിൽ എന്നെ ഇറിറ്റേറ്റാണ്. ഞാൻ പിള്ളേരൊക്കെ ഒന്ന് എൻ്റെ പുറത്ത്, ആ റൂമിനകത്ത് മൊത്തം അവരാണ്. ഞാൻ ഇങ്ങനെ അയ്യോ ഇവരൊന്ന് ഇറക്കി വിടുമോ എന്ന് വെച്ചപ്പം ഒരു കിളവൻ, ബാക്കി എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഒരു കളറായിട്ടുള്ള ഒരു കിളവൻ വന്നിട്ട് കമ്പുണ്ട് പുള്ളിയുടെ കയ്യിൽ. എല്ലാവരും ഉറങ്ങണുണ്ടല്ലേ, ഈ പിള്ളേരൊക്കെ എടുത്ത് പുള്ളി കൊണ്ടോ ഇറങ്ങി എന്നും പറഞ്ഞ് എൻ്റെ റൂമിൽ നിന്ന് ഇവരെല്ലാവരും ഇറക്കി വിട്ട്. അപ്പം എനിക്ക് ആശ്വാസമായി, ഞാൻ കിടന്നുറങ്ങി. എല്ലാവരും ഇറക്കി വിട്ടു. കിടന്നോ ഈ പുള്ളി പറയണം. അപ്പം ഞാൻ കിടന്നുറങ്ങി. ഞാൻ രാവിലെ സ്വപ്നം കഴിഞ്ഞേ, ഞാൻ രാവിലെ എണീറ്റപ്പോഴേ ആ റൂമിനകത്തൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, വലിയ ഫോട്ടോ, വരച്ച ഫോട്ടോ, ഒരു കിളവ കമ്പം കൊണ്ടിരിക്കുന്ന ഈ പുള്ളിക്കാരനാണ് ഇറക്കി വിട്ടത്. ഞാൻ പിന്നെ ആ റൂം മാറി കളഞ്ഞ്. അപ്പോഴേ സംഭവം അറിയാമോ, ഇത് പ്രേതം ഉണ്ടായിരുന്നു. ആ കിളവ് ഇപ്പോഴും അണ്ണന്റെ കൂടെ ഉണ്ട്. പുള്ളിയാണ് ഇപ്പൊ ബാക്ക് വഴി പോയി. അത് കമ്പ് കൊണ്ട് കൊള്ളാം. പക്ഷെ കുറച്ചൊരു ഹൊറർ ടച്ച് ആയി, ഹൊററാണ് സംഭവം. രാത്രിയും കൂടെ ആയപ്പോ ഞാനൊരു കഥ പറഞ്ഞുതരാം. ഒരാള് ട്രാവലറിന്റെ പുറകെ കിടന്ന് ഉറങ്ങിയാണ്. ഞാൻ കണ്ട സ്വപ്നം അല്ലേ വേറൊരാളെ. നീ വേറൊരാളുടെ കഥ ഞങ്ങൾക്ക് ഇവിടെ കേൾക്കണം. എന്നാ ഞാൻ ട്രാവലറിന്റെ പുറകെ കിടന്ന്, ഞാൻ അങ്ങനെ ചെയ്തില്ല. ഒരാൾ ട്രാവലറിന്റെ പുറകെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ പുള്ളിക്ക് ഉറങ്ങി നല്ല ഉറക്കത്തിലായപ്പോ പുള്ളിയുടെ വിചാരം വീട്ടിൽ കിടന്ന് കട്ടിൽ കിടന്ന് ഉറങ്ങണമെന്നാണ്. അങ്ങനെ വന്നപ്പോ പുള്ളിക്ക് ഫോൺ വന്ന്, പുള്ളി ഫോൺ എടുത്ത് ഉറക്കത്തില്ല, ഹലോ ഓ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് വീടിന്റെ അയാളുടെ പുള്ളിയുടെ കട്ടിലിന്റെ പുറകിൽ ഒരു ജനലാണ്. പുള്ളി സാറിന് ഫോൺ അവിടെ വെക്കും. അങ്ങനെ ഹലോ ശരി ഞാൻ വിളിക്കാൻ തന്നെ ഫോണങ്ങ് വെച്ച് എന്നിട്ട് കിടന്നേക്ക് ഉറങ്ങി. ഫോണ് കല്ലമ്പലത്ത് വീണ് തിരുവനന്തപുരത്ത് എത്തിയപ്പോ പുള്ളി അറിഞ്ഞ് ഞാൻ വണ്ടിക്കകത്തായിരുന്നു. കൈയടി, അത് നല്ലതായിരുന്നു. ഉള്ള കഥയാ. ശ്വേതാജി ഒരു സ്വപ്നം കാണാൻ പോവുകയാണ്. പക്ഷെ ആ സ്വപ്നത്തില് നമ്മളിലുള്ള ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആരെ ചൂസ് ചെയ്യും? ആ ചൂസ് ചെയ്യുന്ന ആളുടെ എന്ത് സ്വപ്നമായിരിക്കും കാണാൻ ചാൻസ് ഉണ്ടാവുക? ഞാൻ ചിലപ്പോ ഈ ഷോനെ പറ്റി ആലോചിക്കും ഇന്ന്. ബിക്കോസ് ഞാൻ ഇപ്പൊ ഒരു പുതിയ ഷോ തുടങ്ങി, അതിന്റെ ഒരു സ്വപ്നം കാണും. അത് ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും, അനുജ് ഉൾപ്പെടെ എല്ലാവരും ഉണ്ടാവും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇതില്ല. പക്ഷേ ഞാനെല്ലാം കുറേ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനെല്ലാം സ്കൂളിലെല്ലാം എനിക്ക് തോന്നുന്നു ഞാൻ റൊമാൻസ് ചെയ്യാത്ത കുറച്ച് ഹീറോസേ ഉള്ളൂ എൻ്റെ സ്വപ്നത്തിൽ. ബാക്കി എല്ലാവരും റൊമാൻസ്, എല്ലാവരും പ്രേമിച്ചിട്ടുണ്ട്, കല്യാണം കഴിക്കാനുള്ള പൂതി ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഐ എം എ ഹാർഡ് കോർ റൊമാൻറ്റിക് പേഴ്സൺ.
അപ്പോൾ എനിക്ക് ഭയങ്കര, നമ്മളൊരു സിനിമ കാണുമ്പോൾ ഒരു കഥാപാത്രം കാണുമ്പോൾ എനിക്ക് ആ ദിവസം ഞാൻ തിരിച്ചു വന്നാൽ ആ ഹീറോയിൻ മാറ്റിയിട്ട് ഞാനാണ് ഉണ്ടാവുക ആ ഫുൾ സ്വപ്നത്തിൽ ആ ഹീറോന്റെ കൂടെ. ഇല്ല, ഞാനേ പണ്ട് കണ്ടൊരു സ്വപ്നം എനിക്ക് ഓർമ്മ വന്നു. ഇപ്പഴും ഓർമ്മ വന്നാ ഞാൻ പറയാം. പറയുമ്പോഴാണ് അല്ലല്ല, ഇപ്പൊ ഓർമ്മ പെട്ടെന്ന് ഓർമ്മതാ. ഞാൻ കണ്ടത് വീട്ടില് ഫസ്റ്റ് വിഷ്വൽ കാണുമ്പോ എന്റെ അമ്മ തുറപ്പ ചൂലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു, അച്ഛൻ കലിച്ചു നിൽക്കുന്നു, അനിയ സൈഡിൽ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ കല്യാണ ഡ്രസ്സിൽ നിൽക്കുവാണ്. എന്നിട്ട് ഈ വീട്ടിൽ കയറി പോലെ ഇവളെയും കൊണ്ട് ഈ വീട്ടിൽ കയറാൻ പറ്റില്ല, എനിക്ക് സമ്മതമല്ല. അമ്മ പറയുന്നു, അച്ഛൻ പറയുന്നു, അടിക്കാൻ പോകുന്നു. അങ്ങനെ ഇങ്ങനെ വിഷ്വൽ കറങ്ങുന്നപ്പോ ഞാൻ കല്യാണം കഴിച്ചോണ്ടത് പെണ്ണാരെന്നറിയാമോ? പ്രിയങ്ക ഗാന്ധി. സീരിയസിൽ ഞാൻ കണ്ടത് പ്രിയങ്ക ഗാന്ധിയെ കല്യാണം കഴിച്ചോണ്ട് വീട്ടിൽ നിൽക്കുകയാണ് ഞാൻ. All the dreams like tingle stars, the tingle stars like glowing chain. ആലോചിച്ച് നോക്ക്, ആ കല്യാണം വല്ലതും നടന്ന് ഇന്ന് ഞാൻ ആരാ? ഭാവി പ്രധാനമന്ത്രി. പ്രിയങ്ക ഗാന്ധി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ലേ? പിന്നെ രാജീവ് ഗാന്ധിയുടെ അമ്മ. കേട്ടില്ല, ഒന്നുകൂടെ കേട്ടില്ല, ഒരു മിനിറ്റ് പോലെ പറ. രാജീവ് ഗാന്ധിയുടെ അമ്മ. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പൊ എന്റെ ഒരു ഡൗട്ട്, ശ്വേതാജി ഒരു മിനിറ്റ് അവിടെ ഇരുന്ന് ഒരു സെക്കൻഡ്. അപ്പൊ എന്റെ ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ, സോണിയാഗാന്ധി. ഒരു മിനിറ്റ്, ഞാനൊന്ന് മാപ്പ് വരച്ചോട്ടെ. സോണിയ ആദ്യം നെഹ്റുവിന്റെ മോള് സോണിയാഗാന്ധി. അല്ല, കറക്റ്റ് ആണോ പറയുന്നത്? കറക്റ്റാ. ജവഹർലാൽ നെഹ്റു. ബാക്കി പറ. സോണിയാഗാന്ധി. സോണിയാഗാന്ധി. കാരണം അവരുടെ മറ്റേ കത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ല, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഗാന്ധിയാ തോപ്പിയപ്പോ ഒരു മിനിറ്റ്, നെഹ്റു ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ സോണിയാഗാന്ധി. അല്ലല്ല, അത് അവിടെ മാറി. നെഹ്റു. ജവഹർലാൽ നെഹ്റു ഫസ്റ്റ്. ജവഹർലാൽ സോണിയാഗാന്ധി. ഇന്ദിരാഗാന്ധി കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ സോണിയാഗാന്ധി. സോണിയാഗാന്ധിയുടെ മോള് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി. ഹസ്ബൻഡ് രാഹുൽ ഗാന്ധി. അല്ല, അവള് പറഞ്ഞ ലാസ്റ്റ് നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. അതായത് നെഹ്റു, ഇന്ദിരാഗാന്ധി, പിന്നെ സോണിയാഗാന്ധി, അത് കഴിഞ്ഞ് പ്രിയങ്ക. അപ്പൊ ഹസ്ബൻഡ് ആണ് രാഹുൽ ഗാന്ധി. ഹസ്ബൻഡ് രാഹുൽ ഗാന്ധി. അതുവരെ തീർന്നു. അവർക്ക് മക്കളുടെ പേര് അറിയോ? ഇപ്പൊ അറിയോ? എനിക്ക് കുഞ്ഞുകുട്ടിയാണോ? അല്ലല്ല, അറിഞ്ഞൂടാ. കണ്ണൻ. അല്ല, വീട് വിതുര. കഴിഞ്ഞു. അപ്പൊ ഇനി ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, മഹാത്മാഗാന്ധി ഇവരുടെ ഏതോ ജനറേഷനിൽ? അല്ല മഹാത്മാഗാന്ധി ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സ്. സോണിയാജി അല്ലപ്പാ, അല്ല മഹാത്മാഗാന്ധിയും നെഹ്റുവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അല്ല, സ്വാതന്ത്ര്യ സമരത്തിൽ അവിടെ കണ്ടുമുട്ടിയ ഒരു കമ്പനിയായി. ഞാൻ പറയട്ടെ, അതായത് നമ്മുടെ എൻസൈക്ലോപീഡിയ. മഹാത്മാഗാന്ധിയുടെ മാനസപുത്രൻ ഫിറോസ് ഗാന്ധിയെ ഇന്ദിരാഗാന്ധി കല്യാണം കഴിച്ചപ്പോഴത്തേക്കാണ് ഗാന്ധി കുടുംബമായി മാറിയത്. യെസ് അല്ലേ? ആരെങ്കിലും കൺഫേം ചെയ്യത്? കറക്റ്റാ. മൂത്തപുത്രൻ കാസർഗോഡ് ഇങ്ങോട്ട് വന്നതല്ല. മൂത്തപുത്രൻ ഒന്നിട്ട് പറ. അയ്യോ, ആരുടെ പുത്രൻ? മാനസപുത്രൻ. ആരുടെ മാനസപുത്രൻ? മഹാത്മാഗാന്ധിയുടെ. അപ്പോഴേ ഈ ചോദ്യത്തോടെ നിങ്ങൾ ഉത്തരം കൊടുത്തേ പറ്റും. നീ കൊടുത്തില്ലെങ്കിൽ ചാനൽ കൊടുക്കണം. ആരാ കരംചന്ദ് ഗാന്ധി? കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ അച്ഛൻ അല്ലേ? ആണ്. അതും കറക്റ്റ് ആണ്. അപ്പൊ ആരാ പുത്ലിഫായി? വൈഫ് അല്ലേ? എല്ലാരും അറിയാലോ നിനക്ക്. ഇവരെല്ലാരും എന്റെ സ്വപ്നത്തിൽ വന്നു പോയിട്ടുണ്ട്. എന്തായിരുന്നു ആ സ്വപ്നം? എന്തായിരുന്നു എന്ന് പറയാവടാ. ഇവരെല്ലാവരും ഈ സ്വാതന്ത്ര്യ സമര അവള് നീയും ഉണ്ടായിരുന്നു. രണ്ട് യാത്ര ഇവളും ഉണ്ടായിരുന്നു. ശരി, എന്നിട്ട് എങ്ങനെയാ നിങ്ങള് പോയത്? എനിക്ക് അങ്ങനെ ഇതില്ല, കണക്ഷൻ ഇല്ല. എന്റെ ഇന്ന് സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ നാളെ വേറൊരു സമരം. നിങ്ങൾ പോർബന്തറിലാണെങ്കിൽ നാളെ നിങ്ങൾ ഈ സ്പോർട്ടിലാണെങ്കിൽ പിന്നെ നിങ്ങൾ കാസർഗോഡ്. ഇന്ന് വാഗൺ ട്രാജഡി, നാളെ തിരുവനന്തപുരത്ത് ഓണാഘോഷം. അങ്ങനെയുള്ള മിക്സ് ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അവസാനം ഫോർട്ട് കൊച്ചിയിൽ സാന്താക്ലോസിനെ കത്തിക്കും. സത്യാഗ്രഹം കഴിഞ്ഞാൽ പിറ്റേന്ന് ഫിലിം ഫെയർ അവാർഡാണ്. എനിക്ക് എത്രയോ കാര്യങ്ങൾ അറിയില്ലാന്ന് സത്യമാണ് മനസ്സിലാവണത്. അപ്പൊ ഞാൻ അതിന്റെ ഷോക്കിലാണ്. അലിന ബീഹാർ ജയിലിൽ സ്ഥലം ഉണ്ടാകും. ശ്രീവിദ്യ എന്തായാലും ഒരു കൊണ്ടുപോകാൻ സാധ്യത. എനിക്ക് കണ്ണൂര് മതി. ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഉണ്ടാകും. അല്ലെന്നാ പേടിക്കണ്ട. നീ കല്യാണം കഴിച്ച് പോകുന്ന രാഹുലിന്റെ വീട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് വനിതാ ജയിൽ. അതെ, ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇന്ന് ഏത് കരയാണ് ടീമിനെ ഇറക്കാൻ പോകുന്നത്? ഞങ്ങൾ
ഞങ്ങൾ അവരാ എന്നതാ സോമനാംബുലിസം. അല്ലല്ല, ഒരു second. അതാദ്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് എന്നതാ ബാക്കി മുന്നോട്ട് പോയാൽ മതിയെ. സോമനാംബുലിസം. പറ കുട്ടി, നീ സോംനാംബുലിസം അഥവാ മലയാളത്തിൽ സ്വപ്നാടനം അല്ലെ, അതാണ് നമ്മുടെ ടോപ്പിക്. സ്വപ്നാടനം. വിദ്യാഭ്യാസമുള്ള ഒരാളെങ്കിലും ഉണ്ട്. അതായത് ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന ഒരു ഡിസോർഡർ. അതെ അതെ ഓക്കെ, ശ്വേതാജി ഇപ്പോഴേ ചിരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇനി സ്കിറ്റും കൂടെ കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഈ ചിരിയോടെ നമ്മൾ ഇങ്ങനെ സ്കിറ്റ് കാണാൻ പോവാണ്. ദേ വരുന്നു ചായട്ടാ. ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാടി. എന്തുറ്റി? നമ്മുടെ അച്ഛനമ്മയ്ക്കും ഭയങ്കര ആഗ്രഹമായിരുന്നില്ലേ നമ്മളിൽ ആർക്കേലും ഒരാൾക്ക് സർക്കാർ ജോലി വേണമെന്ന്. അതെന്തായാലും നിനക്ക് കിട്ടിയല്ലോ. ഇനി എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ. എന്തുവാ? നമ്മുടെ കല്യാണം കഴിയുമ്പോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ കുടുംബത്തിലോട്ട് പോണം. അയ്യോ, എനിക്ക് ആഗ്രഹമല്ല ഉള്ളത്. നമ്മൾ രണ്ടുപേരുടെ കല്യാണം കഴിച്ചിട്ട് നമുക്ക് രണ്ട് വീട്ടിൽ പോയി താമസിക്കാം. അതാ നല്ലത്. അതെന്താ? ഇതാകുമ്പോ ഒരു വീട് മാത്രമല്ലേ നമുക്ക് നശിപ്പിക്കാൻ പറ്റുള്ളൂ. മറ്റേതാകുമ്പോ രണ്ട് വീടും നമുക്ക് നശിപ്പിക്കാൻ പറ്റുമല്ലോ. ഓ, എന്തൊരു മനസ്സാടി നിന്റെ. ഇനി വലിയ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും, നീ ഏതെങ്കിലും കടത്തിണ്ണേ പോയി. കടത്തിണ്ണയിലാ എന്നെ കടത്തിണ്ണ കടത്തു. ഞാൻ പോയി തന്നെ. എനിക്കല്ലേ ജോലിയുള്ളത്, നിനക്കല്ലേ ജോലി? ഞാൻ ജോലി ഇവിടെ കിടക്കാം. കടത്തിന്റെ കിടക്കണ്ട, ഇവിടെ കിടക്കാം. ഏതാടാ നീ? വരുന്നേ. നമസ്കാരം. നമസ്കാരം. ഞാനേ അപ്പുറത്തെ വീട്ടിലാണ്. എന്റെ പേര് വിക്രമൻ എന്നാണ്. നമസ്കാരം ചേട്ടാ. അപ്പൊ കടത്തിന്റെ പോയി കിടക്കേണ്ട കാര്യമില്ല, നമുക്ക് അവിടെ വീടുണ്ട്. അത് ഞാൻ എപ്പോഴും വഴക്കാ, അങ്ങനെ പറഞ്ഞതാ. അതല്ലേ ഞാൻ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് വന്നത്. തൊട്ടപ്പുറത്തെ വീടാണ്. ഓ, മനസ്സിലായതല്ലേ? ഇന്നിവിടെ പുതിയതായിട്ട് താമസിക്കാൻ വേണ്ടി 2 സുന്ദരി പെമ്പിള്ളേർ വന്നു എന്ന് ഞാനൊരു വിവരം അറിഞ്ഞു. പക്ഷെ അത് തെറ്റിപ്പോയി എന്നുള്ളതാണ് ഇപ്പൊ അറിയുന്നത്. അല്ല, അയാൾ പറഞ്ഞതിനേക്കാൾ അതിസുന്ദരികളാണ്. 2 കിളിക്കാറ്റുകളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ച് വിളിച്ചാൽ മതി, ഞാൻ ഓടിഞ്ഞു വരും. കൈയടിച്ച് വിളിക്കുമ്പോ വരാൻ ചേട്ടൻ എന്താ ബലിക്കാക്കിയോ? എന്റെ പൊന്നെ, ഇനി ഞാൻ അപ്പുറത്ത് കോമഡി കേട്ട് മരിക്കും. ഇതുപോലത്തെ സാധനം ഉണ്ടെങ്കിൽ ഇതേ ആ മതിന്റെ അവിടെ വന്നെന്ന് പറയണം. ഓ, ശരി. ഇവിടെ ചിരിച്ചോളാം. സത്യം പറഞ്ഞാൽ ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. എന്താ? ഞാൻ കാല് പിടിച്ചിട്ട് ഞാൻ ആദ്യം അയ്യോ അതൊന്നും വേണ്ട. ക്ഷമിക്കണം എന്റെ അടുത്ത്. എന്തിനാ? അതായത് സോമനാംബുലിസം ഉണ്ട്. അയ്യോ, സോമന ആംബുലൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അടുത്ത വേണ്ട, അതല്ലെന്ന് കോമഡി പറയല്ലേ. സോമനാംബുലിസം അതൊരു അസുഖമാണ്. രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന ഒരു അസുഖമാണ്. എനിക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്. ഇത് വലിയൊരു പ്രശ്നമാണ്. രാത്രി ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കും, ഈ കതവേ വന്ന് മുട്ടും. ഒരു കാരണവശാലും നിങ്ങൾ കതവ് തുറക്കല്ലേ, എന്നെ പിടിച്ചകത്തിടരുത്, എന്നെ മാനഭംഗപ്പെടുത്തരുത്. ക്ഷണിച്ചതാടി. എന്റെ ലൈഫിൽ ആകെപ്പാടെ സ്വത്തായിട്ട് എനിക്ക് അതേ ഉള്ളൂ. എന്നെ ഉപദ്രവിക്കരുത്. അപ്പൊ പകൽമാന്യനാണ്. അല്ല, ഇതിന്റെ ഒരു അസുഖത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ ഞാൻ ഇത് വന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഞാൻ വേറെന്തോ ഒരാളായിട്ട് മാറും. അതങ്ങനെ ഉണ്ടാവരുത്. ഞാൻ വരും, രാത്രിയിൽ കൊട്ടി വിളിക്കും, തുറക്കല്ലേ. ഇല്ല ഏട്ടാ, ഇല്ല. വിക്രമൻ പോന്നു. ഓ, ശരി. സന്തോഷം മക്കളെ. ഇയാള് ഭ്രാന്തനാണോടി? എന്ത്? അല്ല, ഒന്നുമില്ല, വെറുതെ വെച്ചതാ. അയാൾക്ക് ഒരു കുഴപ്പമില്ല, അത് അയാളുടെ നമ്പറാ. ഇവിടെ 2 പെണ്ണുങ്ങൾ താമസിക്കുന്ന അറിഞ്ഞ് രാത്രി വന്ന് കൊട്ടാനുള്ള പരിപാടിയാ. ഇങ്ങനെ എത്ര അവന്മാരെ നമ്മൾ കണ്ടേക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇവിടുത്തെ മെമ്പറാണ്. അയ്യോ, നമസ്കാരം ചേട്ടാ. അപ്പോ ഇത്ര വൈകി വന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 കുട്ടികൾ താമസത്തിന് വന്നു എന്നറിഞ്ഞു. പിന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ഡീൽ ചെയ്തോളാം. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. വിഷയം ഉണ്ട് കേട്ടോ. എന്ത് വിഷയം? എന്ത് വിഷയം? പ്രശ്നം എന്ന് വെച്ചാലേ, ഇപ്പൊ ഇവിടെ ഒരു വിക്രമൻ എന്ന് പറഞ്ഞിട്ട് ഒരാള് വന്നായിരുന്നു. വിക്രമൻ? വിക്രമല്ലേ? എന്റെ നേല് കണ്ട അവൻ കടന്നിൽ വിളക്കിനോളെ വിളക്കും. പേടിയാണോ? ആണോ? ഭയങ്കര പേടിയാ. അയാള് വന്നിട്ട് പറയാ അയാൾക്ക് എന്തോ ഒരു അസുഖമുണ്ട്, രാത്രി ആകുമ്പോ എഴുന്നേറ്റ് നടക്കും, അപ്പൊ വാതിലിൽ മുട്ടും, വാതിൽ തുറക്കല്ലേ എന്ന്. അതുകൊണ്ട് ഞങ്ങക്ക് ഭയങ്കര പേടി. അതിനൊരു വരി ഞാൻ പറഞ്ഞുതരാം. മക്കളിഞ്ഞ് വന്നേ. അങ്ങനത്തെ ടച്ചിങ്സ് ഉണ്ട്. തൽപര കക്ഷിയല്ല. അതെ, ഞാനൊരു കാര്യം ചെയ്യാം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാവല് ഞാൻ ഇവിടെ കിടക്കാം. അയ്യോ, ഞാനൊന്ന് പറഞ്ഞു വരട്ടെ. അതായത് നിങ്ങൾ കട്ടിലിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു, കട്ടിലിന്റെ താഴെ ഞാൻ ഉറക്കമൊഴിഞ്ഞ് കട്ടിലിൽ കാത്തിരിക്കുന്നു. അത് വേണ്ട, അത് വേണ്ട. അല്ലാന്ന് ഞാൻ ഒന്ന് പറഞ്ഞു വരട്ടെ. ആ സമയത്ത് വിക്രമൻ കതിൽ വന്ന് മുട്ടുന്നു, നിങ്ങൾ കതക് തുറക്കുന്നു, ഞാനൊരു ഇരുമ്പ് പടിയായിട്ട് വന്ന് തലക്കടിക്കുന്നു, വിക്രമൻ തീരുന്നു. എങ്ങനെയുണ്ട്? ഐഡിയ കൊള്ളാം. പക്ഷെ ഒരു കാര്യം, എന്തേലും ചേട്ടൻ കട്ടിലിന്റെ അടിയിൽ കിടക്കണ്ട, പുറത്തെവിടെങ്കിലും പോയി കിടന്നാ മതി. എവിടെ വേണമെങ്കിലും കിടക്കാം. പക്ഷെ വേറെ കാര്യമുണ്ട്. ഞാനേ എന്റെ വൈഫിനെ ഒന്ന് വിളിച്ചു പറയട്ടെ. വൈഫിന് കുഴപ്പമൊന്നും ആവില്ലല്ലോ. എവിടെ, എന്റെ മുത്തല്ലേ അവള്. ആണോ? പിന്നെ ഭയങ്കര ഇഷ്ടമല്ലേ. ഞാൻ 2 പെൺപിള്ളേരെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ നിക്കണേന്ന് പറയുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ചേട്ടൻ വിളിക്കും. ലൗഡ് സ്പീക്കർ കേൾപ്പിക്കും. ഹലോ.
ഹലോ ഹലോ മുത്തേ, ഒന്നും പറയല്ലേ. ഞാനേ ഇവിടെ 2 പെൺകുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഭാമയും ഭാനു. ആ ഭാമ്യം പാനും. അപ്പോ നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വരുള്ളൂ. ഒന്നും തോന്നരുതേ. അല്ല, ശരിക്കും നിങ്ങൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്താ മോൾ അങ്ങനെ പറഞ്ഞേ? ഇത്രയും നേരം എന്റെ അടുത്ത് എന്നെയും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് തൊട്ടപ്പുറത്ത് പോയി ഷീറ്റിന്റെ അടിയിൽ കിടന്ന് നിങ്ങൾ എന്തൊക്കെയാ ഈ വിളിച്ച് പറയുന്നത്? നിന്നെ കെട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ മനുഷ്യ? നിങ്ങളല്ലേ ഇത്ര നേരം എന്റെ മുല്ലപ്പൂവും വലിച്ചു കളഞ്ഞ് ഉള്ള അക്രമവും കാണിച്ച് എന്നിട്ട് ഇപ്പൊ ഷീറ്റിന്റെ അടിയിൽ ചെന്ന് കിടന്നിട്ട് ഫോൺ എന്റെ പൊന്നോ, അക്രമം കാണിച്ച് ഞാനല്ല, ആ വിക്രമനായിരിക്കും. വിക്രമൻ പുതപ്പൊന്ന് മാറ്റി നോക്ക്, പുതപ്പ് മാറ്റി നോക്ക്. അയ്യോ, എന്താ വിക്രമൻ ചേട്ടാ ഇവിടെ? ഇതൊക്കെ ചെയ്തിട്ട് വിക്രമൻ ചേട്ടാന്ന് വിളിക്കണ കേട്ടോ. അയ്യോ, എന്റെ ഭാര്യ നശിച്ചു പോയേ. അയ്യോ, ഒരു കാര്യം ചെയ് ചേട്ടൻ, ഇനി ഇവിടെ കാവല് നിൽക്കാതെ വീട്ടിൽ പോയി കാവല് നിൽക്ക്. ചെല്ല് ചെല്ല്. കൊള്ളയടിച്ച ATM ഇനി എന്തിനാ മോളെ ഒരു വാച്ച്മാൻ? തെക്കേക്കര അതിമനോഹരമായ ഒരു സ്കിറ്റ് ഇവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി അഖിൽ ആൻഡ് ശ്രീവിദ്യ ടീം നയിക്കുന്ന എന്താണ് വരാൻ പോകുന്നത്? ഞങ്ങൾ ഈ കൂട്ടത്തോടുള്ള പരിപാടികളില്ല, നമ്മൾ ഒറ്റയ്ക്ക് അടിച്ച് തീർക്കാന്നുള്ളതാണ് പരിപാടി. അവരിപ്പോ 6-7 പേര് 3-4 പേര് ചേർന്നല്ലേ പ്രകടനം കാഴ്ചവെച്ചത്. ഞങ്ങൾ വേറെ ഒന്നുമല്ല, ഒറ്റയ്ക്കൊരു പയ്യൻ ഇപ്പൊ വരും. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേരെ ഡെയിലി ഞെട്ടിച്ചോണ്ടിരിക്കുന്ന മോൺസ്റ്റർ. ഒറ്റയ്ക്ക് വരുന്ന മോൺസ്റ്റർ. ഓക്കെ, അത് എനിക്കറിയില്ല. അപ്പൊ ഹോട്ട്സ്റ്റാർ എന്താണ്? ഓക്കെ, അപ്പം അതായത് അവൻ ഡെയിലി സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ ഞെട്ടിച്ചോണ്ടിരിക്കുന്ന പയ്യനാണ്. ശരി, ഗംഭീര മിമിക്രിയാണ്. ഓ നൈസ്. ഞങ്ങൾ നമ്മൾ ഞെട്ടിപ്പോവും. വിളിക്കാം പടമനെ ബേസിലെ അല്ലെ, ഇത്ര വൈബ് എവിടെയെങ്കിലും കിട്ടുമോ? ഒരിടത്ത് കിട്ടില്ല. അതാണ് പറഞ്ഞ ബേസിലെ. എന്നാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയാണ്. എവിടെ സ്ഥലം? എവിടെയാ സ്ഥലം? നമ്മുടെ തൊടുപുഴയ്ക്ക് അടുത്ത് വണ്ണപ്പുറം എന്നൊരു സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് അവള് പറഞ്ഞത്. എന്നെ പറഞ്ഞ പേര് ബേസിലെന്നാണോ? വീട് മൂവാറ്റുപുഴയോ തൊടുപുഴ ആയിരിക്കും. അതെ, അത് ഈ കോതമംഗലം. ബേസിൽമാര് കേരളത്തിലുള്ളത് അവിടെയാ. അതെ, കോതമംഗലം സൈഡിലൊക്കെ ബേസിൽ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ബേസിൽ ഇത്രയൊക്കെ ആവേശത്തിൽ നമ്മൾ പേരൊക്കെ വിളിച്ച് അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ശ്രീകണ്ഠൻ സാറ് അറിയാലോ. പിന്നെ ശ്രീകണ്ഠൻ സാർ എല്ലാ ചാനലിലും പോകുന്നുണ്ട്. പക്ഷെ ശ്രീകണ്ഠൻ സാർ ഈ ചാനലിലേക്ക് ഈ പ്രോഗ്രാം ഏൽപ്പിക്കാൻ വരുവാണ്. അപ്പൊ ഒരു വെറൈറ്റി ആയിട്ട് പെർഫോം ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. ശരി, അപ്പൊ ഈ ഷോ പുള്ളി ഏറ്റെടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ കോമഡി മാസ്റ്റേഴ്സ് ഇനി SK ആണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പൊ പുള്ളിക്ക് മൈക്ക് കൊടുക്കാം. അപ്പൊ പുള്ളിയായിട്ട് മാറാൻ പോകട്ടോ. ഓക്കെ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും കോമഡി മാസ്റ്റേഴ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. എനിക്ക് തോന്നുന്നു എലീനെ വണ്ടടിച്ചിരിക്കുന്നു. ഞാൻ പലപ്പോഴും എലീനെ വാ വിളിച്ചിരിക്കുന്നു. സാധാരണ ശ്വേതയെ വാ വിളിച്ചിരിക്കുന്നു. എലീനെ വാ വിളിച്ചിരിക്കുന്നു ആദ്യമായിട്ട് കാണല്ലേ. എനിക്ക് തോന്നുന്നു അഖിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ പുറകെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഏത് ചാനലുണ്ട് അഖിൽ അവിടെ എല്ലാം ഉണ്ട്. നോബി ഉണ്ട്. നോബി എന്താ നോബി? എനിക്ക് തോന്നുന്നു നോബി കൈ സ്വർണ്ണ ചെയിനാണോ? വെള്ളിയല്ലേ? എനിക്ക് തോന്നുന്നു എന്റെ കയ്യിൽ വെള്ളി ഉണ്ട്. ആ വെള്ളി നോബി അടിച്ചോണ്ട് പോകുന്ന സംശയം. വേറൊരു വെള്ളിയുണ്ട്. അപ്പൊ എന്തൊക്കെയായാലും എനിക്ക് തോന്നുന്നു ഇന്ന് മുതൽ ഞാനായിരിക്കും ഈ ഷോ അവതരിപ്പിക്കുന്നത്. എലീന അവിടെ ഇരിക്കുന്നുണ്ടോ? അപ്പൊ എനിക്കൊന്ന് എലീന പഠിക്കലെന്നല്ലേ പേര്. സാധാരണ പഠിക്കലായിട്ട് ഇരിക്കാറ്. അപ്പൊ ഒരു കാര്യം ചെയ്യാ, ചെയറിലിരുന്നു. അപ്പൊ ഇന്ന് മുതൽ ഈ ഷോ അവതരിപ്പിക്കുന്ന എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വരാൻ പോകുന്നത്. റവറൻ ഫാദർ നമ്മുടെ ജോസഫ് പുത്തമ്പുരലച്ചൻ. അപ്പൊ അച്ഛൻ വന്നുണ്ട്. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് സത്യം പറഞ്ഞ് ഈ 5 പേരെ കാണുമ്പോ, ശ്വേതയെ കാണുമ്പോ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഒരു ഫിഗർ നോക്കിക്കഴിയുമ്പോ അറിയാൻ പറ്റും അല്ലേ? ഇനി എന്റെ ഈ സൗണ്ട് വ്യത്യസ്തമായിട്ട് നമ്മുടെ ജാഫറിന്റെ സൗണ്ടിലേക്ക് അങ്ങോട്ട് മാറാൻ പോവാ. ജാഫറിന്റെ സൗണ്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ ജാഫറായിട്ട് അങ്ങ് മാറിയില്ലേ? ഒന്ന് കൈയിടിക്കണ ആ എടിയിൽ നീ എന്നാടി ഒരുമാതിരി പുലികളിക്കുള്ള പ്രശ്നങ്ങളെ ഓണത്തിന് മുമ്പ് ഈ പരിപാടി തുടങ്ങി. ഈ ഒച്ച നിന്നോളാ മനസ്സിലായി. ഒന്ന് കൈയടിക്കുന്നേ. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ കോമഡി മാസ്റ്റേഴ്സ് ഒരു ഗംഭീര പരിപാടിയാ. അഖിലിനറിയാൻ പാടില്ലേ? പിന്നെ നമ്മളൊരുമിച്ച മന്ദാകിനിയിലെ നീ എന്നിട്ടുണ്ടോ വെള്ളം അടിക്കാതെ? വെള്ളം അടിക്കൂല. എന്റെ മേടിച്ച് ലാസ്റ്റ് രാത്രി കട്ടു പിടിച്ചു. എന്നിട്ട്
അല്ലേ സാറേ? എനിക്കൊന്നു ജാഫർ ഈ ഇടയ്ക്കായിട്ട് കുടി തുടങ്ങുന്ന സംശയം, കാരണം ഭയങ്കര എനർജി ജാഫറിന്. ജാഫറെ, എനിക്ക് തോന്നുന്നു ഈ മദ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ കിളി പോയിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ സ്വന്തം ഷൈൻ. ഷൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഷൈനെ, അത് സത്യം പറഞ്ഞ ഇവിടെ എന്നാ നടക്കണം, ഞാൻ എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ ഇരിക്കണത്. എനിക്കൊരു വിഷമം എന്നാന്നറിയോ, ഈ സോഫയൊക്കെ ഞാൻ കിടന്ന സോഫകളൊക്കെ ഇങ്ങനെ അല്ലേ, അതിലൊന്ന് കാണിച്ചു തന്നെ ആ സംഭവം കാണിച്ചു ഇങ്ങനെ കണ്ടോ, അത് എന്റെ സ്റ്റെപ്പ്, അത് അവൻ അടിച്ചോണ്ട് പോയതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ മിണ്ടാ കൈയടിക്കുന്നേ, നിങ്ങൾ ഉറങ്ങണ. ശ്രീവിദ്യ മുല്ലശ്ശേരി എന്നല്ലേ പേര്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ മെസ്സേജ് ഉണ്ട് രാത്രി, ആരും മൈൻഡ് ചെയ്തിട്ടില്ല. സിനിമക്കാരന് മുമ്പ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന സ്റ്റാർ വേറെ ആരുമല്ല, ഞാനും എയറിലാണ്, പുള്ളി എയറിലാണ്. നമ്മുടെ സ്വന്തം ടിനി ടോമിന്റെ സൗണ്ട് എന്റെ സൗണ്ടിൽ നിന്ന് ടിനി ടോമിന്റെ സൗണ്ടിലേക്ക് അങ്ങോട്ട് മാറാൻ പോവാണ്. ഞാൻ ടിനി ടോമായിട്ട് മാറാൻ പോവാണ്. ടിനി ടോമായിട്ട് മാറിക്കഴിഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അല്ല വേറൊന്നുമല്ല, നോബി ഇടുന്നുണ്ടല്ലേ, നോബി ഞാൻ എന്റെ മമ്മൂക്കയുടെ പുതിയ ഐറ്റം കണ്ടിരുന്ന ഭയങ്കര വൈറലായിരുന്നു. അത് വൈറലായി കഴിഞ്ഞാൽ ഞാൻ നേരെ മേളിലേക്ക് പോയി എന്നുള്ളതാണ്. ഭയങ്കര സാറ്റലൈറ്റ് ഒറ്റയടിക്കാൻ മേളിൽ പോയി നാസയുടെ ഗവേഷണത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നാണ് ഞാൻ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കൊന്നു ടിനി ഇടയ്ക്കായിട്ട് ഭയങ്കര വൈറലാവുന്നുണ്ട്. അപ്പൊ ടിനിക്ക് വിഷമമൊന്നുമില്ലേ? അല്ല വിഷമിക്കണ ആവശ്യമില്ല, കാരണം അവർ പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സങ്കടമുള്ളൂ, വിഷമില്ല, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. സാറ് വേറെ കാര്യം പറയട്ടെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ പല ചാനലുകളിലും പ്രോഗ്രാം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മിമിക്രിക്ക് പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ മിഥുൻ തോന്നിട്ടുണ്ട്. മിഥുന്റെ കൊടുക്കട്ടെ, മിഥുനെ സത്യം പറഞ്ഞാല് ഒരുപാട് സന്തോഷം. ഞാൻ ലൈവില് വന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം തിരിച്ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ്. ചെറിയൊരു ജലദോഷമുണ്ട്, ചെറിയ കോൾഡ് ജലദോഷം. ദുബായിലാണ് ഇപ്പം, അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ എന്റെ ചിരി ഒരു അസാധ്യ ചിരിയാണ്. എന്റെ ചിരിയിൽ നിന്ന് സത്യം പറഞ്ഞ് ഞാൻ ചിരിക്കും, ഒരാൾ കരയും. എന്റെ ചിരിയിൽ നേരെ ലാൽ സാറിന്റെ കരച്ചിലേക്ക് മാറാൻ പോവാണ്. എന്റെ എക്സ്ട്രീം ചിരി കടന്നത് അതല്ല, ഇതിന്റെ എക്സ്ട്രീം ഉണ്ട്. അറിയാം, സത്യം പറഞ്ഞ ഈ ശ്വേത എന്നെ പറ്റിച്ചു. പണ്ട് കർഷ തോന്നി തന്നോടാ ശ്വേത മറച്ചു വെച്ചു. എനിക്കറിയാം, എനിക്കൊരുപാട് വിഷമമുണ്ട്. സത്യം പറഞ്ഞ കരച്ച് എന്റെ കൂടെ തുള്ളിക്കാട്ടില്ലാണ്ടായി. അത് ഈ ശ്വേത കാരണം. ഇത് ഞാൻ പറക്കില്ല, ഒരിക്കലും പറക്കില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ മൊത്തത്തിൽ കരിച്ചിനും ബഹളോ. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഫുൾ എനർജി ആയിട്ട്. ഈ പവർ അഖിലൊന്ന് പറഞ്ഞു കൊടുത്ത് ഈ എനർജി എവിടുന്ന് കിട്ടിയെന്ന്. കാരണം ഈ എനർജി എന്റെ എനർജി എനിക്ക് തോന്നുന്നു അഖിലെ ഈ എനർജിയുടെ കാര്യം ഞാനും അഖിലും കണ്ട് ഈ ഫുൾ ടൈം എനർജി ആയിട്ട് വ്യക്തി അഖില അല്ലേ. പിന്നെ ഈ കൊച്ച് നമ്മൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടല്ലേ, ഞാനാണ് ഈ കൊച്ചിന് കോച്ചിങ് കൊടുത്ത് ആങ്കർ ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ കൊച്ചു വിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടെ വന്നിട്ടുണ്ട്, KB ഗണേഷ് കുമാർ. അപ്പൊ അദ്ദേഹമാണ് ഈ ഷോയുടെ പ്രൊഡ്യൂസർ. അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ശ്രീ KB ഗണേഷ് കുമാർ. അല്ല സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഞാൻ ഈ പ്രോഗ്രാം ആദ്യമായിട്ടാണ്. അല്ല, നിങ്ങളാരും കൈയടിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ശ്വേതയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ അമ്മയുടെ മീറ്റിംഗിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. നേരം ഇങ്ങോട്ട് പോകുന്നുള്ളതാണ്. വേറൊരു കാര്യമല്ല, ഈ ഷോ ഇവിടെ നടത്താൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ആർക്കും ലൈസൻസ് ഇല്ല. കാരണം ഇപ്പൊ ലൈസൻസ് 5555 ലൈസൻസ് ഇപ്പൊ എന്റെ പോക്കറ്റിലുണ്ട്. വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആർക്കും ലൈസൻസ് കൊടുക്കില്ല, വണ്ടി ഓടിക്കാൻ അറിയാത്തവർക്ക് ലൈസൻസ് കൊടുക്കും. അങ്ങനെ പുതിയൊരു നിയമം കൊണ്ടുവരും. പിന്നെ കൊച്ചിന് പോകാൻ വേണ്ടി നേരെ KSRTC ബസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൊച്ചിന്റെ കാർ എന്റെ കയ്യിലാണ്. KSRTC ബസ്സിൽ വീട് എവിടെയാ? കോട്ടയംകാരികൾ അങ്ങനെ വേണ്ട. മനസ്സിൽ ഇവിടെ മൊത്തം തിരുവനന്തപുരംകാരാ അല്ലെ. തിരുവനന്തപുരം, നോവി തിരുവനന്തപുരം, ഞാൻ കൊട്ടാരക്കരയാ. അതുകൊണ്ട് കോട്ടയത്തേക്ക് നേരെ വിട്ടു. കൊച്ചിനുള്ള സംഭവം വരും. നമ്മുടെ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്താണ് ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹം ശരിക്കും ചെറിയൊരു ഷെയർ ഇതിനകത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ മൈക്ക് കൊടുക്കുകയാണ്. അദ്ദേഹം ഇവിടെ വളരെ വിനയത്തോടു കൂടി സുരേഷ് മൈക്ക് വളരെ സന്തോഷം. ഏറ്റവും കൂടുതൽ സൈലന്റ് ആവുന്നത് കുട്ടികളാണ്. ഈ ഷോ നടത്താൻ ഞാൻ അനുവദിക്കില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അതിന്റെ ഉത്തരവാദി
ശ്വേത തന്നെ. ഈശ്വര എല്ലാത്തിനും ഉത്തരവാദിത്വം ഞാൻ. പണ്ട് ഒരു കല്യാണ ദിവസം ശ്വേത എന്റെ കവളത്ത് ഒന്ന് കാണിച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി. ഞാൻ നേരെ വീട്ടിൽ പോകാൻ പറ്റാത്ത എന്റെ ഭാര്യ രാധികയുടെ മുഖത്ത് ഞാൻ നോക്കിയിട്ടില്ല. ശ്വേത, ഈ ഷോ നടത്തണമെങ്കിൽ ഈ കവളത്ത് കുലുക്കിയ പോലെ ഇവിടെയും കുലുക്കണം. എങ്കിൽ 2 കവളും കുലുക്കി തൊടുത്തിരുന്നാൽ മാത്രമേ ഈ ഷോ ഞാൻ നടത്താൻ അനുവദിക്കൂ. ശ്രീകണ്ഠൻ സാറിന് ഈ വേദി വിട്ടു പോവാം. ഈ പ്രോഗ്രാം ഈ പെങ്കൊച്ച് അതിമനോഹരമായിട്ട് വീണ്ടും അവതരിപ്പിക്കും. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര, ഗുഡ് നൈറ്റ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാല് അയ്യോ SKN was like Too good. അയ്യോ ഞാൻ ഞെട്ടിപ്പോയി. സത്യത്തില് ബേസിലിന്റെ കുറെ പെർഫോമൻസ് FB-യിലും ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലാണ്. ഇതൊന്നും അല്ല, വേറെ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആൾക്കാർ വരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ് ബേസിൽ. ഞാൻ നമ്മുടെ കൊല്ലം സുധിച്ചേട്ടല്ലേ, പുള്ളി മരിച്ചപ്പോ പുള്ളിക്ക് ഞാനായിരുന്നു സൗണ്ട് കൊടുത്തത്. അതൊന്ന് പറയും. സുധിച്ചേട്ടൻ ഏത് വേണം ചോദിച്ചു, ഞാൻ സുധിച്ചേട്ടൻ സംസാരിക്കാം. ഇപ്പൊ ആരെങ്കിലും ഫോൺ വിളിക്കുവാണെങ്കിൽ ഞാൻ പുള്ളിയായിട്ട് സംസാരിക്കാം. വിളിക്കും. ആ മോനെ നോബി, എടാ മോനെ, ഞാൻ കഴിഞ്ഞ ദിവസം തങ്കച്ചന്റെ കൂടെ പ്രോഗ്രാമിന് പോയതാടാ. ഒരുപാട് ഭയങ്കര വിഷമായടാ. കാരണം അതൊരു ഒരു മെച്ചമൊന്നും ഇല്ലായിരുന്നു. നാളെ പോകുന്നുണ്ടോ, ഷോയ്ക്ക് പോകുന്നുണ്ടോ നീ? ഞാൻ പോകുന്നുണ്ടോ? നീ ഇന്നലെ വിളിച്ചില്ലല്ലോ. ഞാൻ വിളിക്കാൻ പറ്റില്ല. എടാ നമ്മുടെ സ്കിറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഞാനത് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഞാൻ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. മോളെ സുഖമല്ലേ? സുധിച്ചേട്ടനാണ്. പിന്നെ ഓക്കെ ഓക്കെ. നമ്മുടെ കൂടെ അല്ലേ? അടിപൊളി അടിപൊളി. അത് ഭയങ്കര ഭാഗ്യമായി. കാരണം മരിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ സൗണ്ട് ഡബ് ചെയ്യുക മൂവിക്ക് ചെയ്തു അല്ലേ? 2-3 സിനിമയിൽ ചെയ്തു. വെരി ഗുഡ്. ഏതെങ്കിലും ഇങ്ങനെ മൊഴിമാറ്റ ചിത്രങ്ങളിലൊക്കെ സൗണ്ട് കൊടുത്തിട്ടുണ്ടോ? മുഴുമാറ്റ ചിത്രങ്ങളിൽ ആക്ടേഴ്സിന് കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ട് 12th ഫെയിൽ അങ്ങനെ. ശ്വേതാജി ഞെട്ടിയിരിക്കുന്ന ശ്വേതാജിയിൽ നമ്മൾ തുടങ്ങാൻ പോവാണ്. കമോൺ. എല്ലാ SKN തൊട്ടിട്ട് ഈ അവസാനം സുധി വരെ ഭയങ്കര ഷോക്കിംഗ്. യുനോ ഷൈൻ്റെ സൂപ്പർബായിരുന്നു. ആ ബോഡി ലാംഗ്വേജും ഇരിക്കുന്നതും എല്ലാം ബേസിൽ യു ജസ്റ്റ് സ്റ്റണ്ട് മീ. ഈ വേദിയിൽ വന്നിട്ട് നല്ല നല്ല കലാകാരന്മാർ, മൾട്ടി ടാലന്റഡ് ആൾക്കാരാണ് വന്നിട്ടുണ്ട്. സീരിയസ്ലി അത് ഭയങ്കര വലിയ ഇതാണ്. സോ ബേസിൽ താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ്. പ്രമാണി, നമ്മുടെ ഈ ഒരു ചങ്കിനി ഒന്നും നമ്മൾ പറയാനില്ല. ഒന്നും പറയാനില്ല. നമുക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കാം. അതെന്തായാലും അല്ലേ? യെസ്. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്ന് ഞങ്ങളെ ഞെട്ടിച്ച ബേസിലിന് ലഭിക്കുന്നു ലണ്ടൻ ക്ലാസിക്കിന്റെ ഒരു കിടിലൻ സമ്മാനം. ബേസിലൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്. എപ്പോഴായിരുന്നു കേട്ടില്ല? ബേസിൽ എന്നോട് ഒരു കാര്യം, അതും പൊതുവേദിയില് നമ്മുടെ ക്യാമറയുടെ മുമ്പില്. അല്ലേ? ചെയ്യണ്ടേ? ചെയ്യണം. ചോദിച്ച കാര്യം അപ്പൊ ചെയ്യണം. അതെങ്ങനെയാണ് ശ്വേതാജി? എക്സ്പ്രഷൻ ഉണ്ടോ? നല്ല പരിചയമുള്ള കാല്, പരിചയമുള്ള സാരി, അയ്യോ പരിചയമുള്ള അമ്മ. അയ്യ, പരിചയമുള്ള അമ്മയല്ല, നിന്റെ സ്വന്തം അമ്മ തന്നെയാ. അയ്യോ അമ്മ. ഉമ്മ, ഞാൻ പെങ്ങടുത്ത് പറഞ്ഞ ഇവിടെ കാണാൻ വരണ്ടാന്ന്. തറവാടിന്റെ മാനക്കേട് ഉണ്ടെങ്കിൽ ഇറങ്ങി പോയവളാ. കണ്ട നമ്മൾ വരുമ്പോ തന്നെ അടിക്കാൻ വേണ്ടി ചൂലോട്ട് വെക്കണത്. അയ്യോ നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഇവിടെ കമ്പിപ്പായിട്ട് നമ്മളെ കുത്തിക്കൊല്ലാൻ വേണ്ടി. നമ്മൾ എന്തോത്തിനാ വന്നത്? കൊച്ചിന്റെ വിശേഷം അറിയാനല്ലേ. അതാദ്യം ഒന്ന് ചോദിക്കട്ടെ. മക്കളെ എത്ര മാസമായടി? 12 മാസമായി. ഇവളെന്തോ ആന? സാധാരണ ആനയാണ് 12 മാസം ഗർഭിണിയായിട്ടിരിക്കുന്നത്. ഇവളെന്തോ ആനയടി നീ? ഞാൻ അമ്മയെ കണ്ടിട്ട് 12 മാസമായെന്ന് പറയട്ടെ വ്യക്തമായിട്ട്. എങ്ങനെ കാണുമടി? എങ്ങനെ കാണും? നീ ഒറ്റ ഒരുത്തിയെ അവൻ വന്ന് ഇതിങ്ങനെ കഴിഞ്ഞൊട്ടി വിളിച്ചപ്പോ പച്ചപ്പാതിരാത്തേക്ക് ഞങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങി പോയതല്ലേ. പിന്നെ എങ്ങനെ കാണും? പിന്നെ പെറ്റതള്ള ആയിപ്പോയില്ലേ. ഇങ്ങനെ ഒരു വിശേഷം അറിയുമ്പോ വരാതിരിക്കാൻ പറ്റുമോ? അച്ഛൻ വന്നില്ലേ അമ്മ? അച്ഛൻ വന്നില്ലേ?
എടി അവന്റെ മുഖത്ത് കരിവാരി തച്ചിലാണ് ഇറങ്ങി പോയത്. എടി അവനെ പടി ചവിട്ടണമെങ്കിലേ അവൻ പട്ടിയായിരിക്കണം, പട്ടി. എന്നാ കളിയാ പറഞ്ഞ് കയറ്റി വെച്ചപ്പോ തന്നെ കയറി വന്ന വെറും പട്ടിയായി പോല കഷ്ടം. നമ്മുടെ മോള് ഇറങ്ങണേ എന്റെ വീട്ടിൽ നിന്ന്. എന്റെ മനുഷ്യ, അവള് നമ്മുടെ വീട്ടിലോട്ടല്ല വന്ന്, നമ്മൾ അവിടെ വീട്ടിലോട്ടാ. എന്റെ വീട്ടിൽ വരുമ്പോ ഞാൻ പറയാനായിട്ടിരുന്ന സംഭവം ഇത് ഇപ്പൊ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓ അച്ഛാ, ഞാൻ നിന്റെ അച്ഛനല്ല. അയ്യോ, എന്റെ അച്ഛനല്ലാത്ത മനുഷ്യനാണോ ഞാൻ ഇത്ര നാൾ അച്ഛ അച്ഛന്ന് വിളിച്ചത്? പെങ്ങളെ സത്യം പറ, ഈ അടിയല്ലേ ഇവിടെ തന്ത? പിന്നെ സത്യം ഇവിടെ തന്ത. ഇത് തെളിയിക്കണം, ഇത് തെളിയിക്കണം. DNA ടെസ്റ്റ് വേണം, DNA ടെസ്റ്റ് വേണം. എന്തോന്ന് വായി പൊളിച്ചിരിക്കുന്നത്? തെളിയിക്കാൻ ഞാൻ തെളിയിക്കാം. ഇതിലേതെങ്കിലും ഒരു വെള്ളത്തൊട്ടെ. എന്തോന്ന് 3 വരല്ലേ? DNA. ഇതില് വീട്ടിൽ ഞാൻ അച്ഛൻ തന്നെ, ഞാൻ അവളുടെ അച്ഛൻ തന്നെ. വിശ്വാസമായില്ലേ? എന്റെ നേരം വെക്കിട്ട് കയറി. കൊച്ചിനോട് ഒരു വിശേഷം പോലും ചോദിച്ചില്ല, അറിയാമോ? മക്കളെ, ചവിട്ടും തൊഴിയൊക്കെ തുടങ്ങിയോടി? അയ്യോ, എന്റെ ചേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹം അമ്മേ. ഓ, നിന്റെ വേട്ടന്റെ ചവിട്ടും തൊഴിയല്ല, വയറ്റിൽ കിടക്കുന്ന കൊച്ചേ ചവിട്ടും തൊഴിയൊക്കെ തുടങ്ങിയോന്നാ പിന്നെ ചോദിച്ചത്. കൊച്ചെന്നാ ജാക്കിച്ചാലല്ല ചവിട്ടും തൊഴിൽ തുടങ്ങാൻ. ഒന്ന് പോ മനുഷ്യ അവിടുന്ന്. അച്ഛാ, ഞാനേ നിങ്ങൾ വന്ന വിവരം ഞാൻ ചേട്ടനോട് വിളിച്ചു പറയാം. ചേട്ടൻ ഭയങ്കര സന്തോഷാവും. അല്ല, അത് വേണ്ട, അത് വേണ്ട. ഞങ്ങൾ 3 പേര് വന്ന വിവരം ഇപ്പൊ വിളിച്ച് പറയണ്ട. അവൻ വരുമ്പോ ഒരു സർപ്പദോഷോ? സർപ്പദോഷം എന്റെ അച്ഛന്, സർവേക്കല്ല് എന്റെ അച്ഛന്. അച്ഛാ, സർപ്രൈസ്. ആ സാധനം അത് കൊടുത്താൽ അതെ, 12 മാസം കൂടി എന്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നതല്ലേ. അതിന് വെളിയിൽ എന്നാണ് സംസാരിക്കുന്നത്, നമുക്ക് അകത്ത് പോവാച്ചാ. ആ പടി ഞാൻ ചവിട്ടില്ല. അച്ഛാ, ആങ്ങളെ ഇങ്ങോട്ട് കയറിയ ഒരു കുഴപ്പമില്ല. അളിയാ, ഞാൻ പറഞ്ഞു കേട്ടോ കളിയാ. ഇങ്ങോട്ട് വാ. ഇപ്പൊ ശരിയായില്ലേ? ഇപ്പൊ കേറിയില്ലേ? ഇനി അകത്തോട്ട് കയറി വല്ലതും കഴിക്കുക കുടിക്കുക ചെയ്യാം. അയ്യോ, ചേട്ടൻ. ഹലോ ഹലോ ചേട്ടാ, നീ എന്താടി എനിക്ക് രാവിലെ കലക്കി തന്നത്? എന്തോ രാവിലെ കലക്കി തന്നത്? സൈക്കിൾ ചവിട്ടാനും വയ്യ, ജോലിക്ക് നിൽക്കാനും വയ്യ, ആകെ ഇളക്കമാണ് എനിക്ക്. വെള്ളം എടുത്ത് വേയി പറഞ്ഞു. ചേട്ടാ ഇപ്പൊ ഇങ്ങോട്ട് വരുവോ? നാളെ വരാടി, ഞാൻ ഇന്ന് മുട്ടനാണ്, നാളെ വരാം. ഞാൻ അങ്ങോട്ട് വരട്ടെ. ഞാൻ ചേട്ടാ, എന്താടി എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്ന? ഞാൻ ദേഷ്യമില്ല. ചേട്ടൻ ലൗഡ് സ്പീക്കർ ഇല്ല, അവിടെ കെട്ടുവാൻ ആണോ? എവിടാടി മിണ്ടാത്തന്ത്രി? ചേട്ടാ, പിന്നെ ചേട്ടൻ ഇങ്ങോട്ട് വരുമ്പോഴേ ഞാനൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ സർപ്രൈസ് ഒക്കെ എനിക്ക് മനസ്സിലായി. മുട്ടി വരുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് വട്ടു. നിന്റെ സർപ്രൈസിന് ശരിയാക്കി തരാം ഞാൻ. അയ്യോ, കട്ട് ചെയ്തു. അവന്റെ വർത്താനത്തിൽ എന്തോ ഒരു ഭീഷണിയുടെ സ്വരം. പെങ്ങളെ, നമ്മൾ വന്നത് അവ അറിഞ്ഞ്, അതാണ് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത്. അല്ല, അങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ പരുവത്തിന് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്നൊന്നും പറയണ്ട. പണ്ട് ഇവളെ കാണാനായിട്ട് അവൻ മതിലും ചാടി പച്ചപ്പാതിരാത്രിക്ക് വന്നപ്പോഴേ നിങ്ങളല്ലേ മനുഷ്യ വീട്ടിലെ പട്ടിനെ അഴിച്ചു വിട്ടത്. എന്നിട്ട് ആ പട്ടി കടിക്കഴിഞ്ഞപ്പോ അവന്റെ കാലിട്ട് നിങ്ങൾ കടിച്ചു വിട്ടു. അതെ, കടി കൊണ്ട് സംഭവിച്ചു പോയതല്ലേ അത്? കലി കൊണ്ട് സംഭവിച്ചു പോയതല്ലേ അത്? അളിയാവും വന്ന അളിയനെ കൊല്ലും, ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അളിയനെ കൊല്ലും. എന്തിന്? അളിയനല്ലേ കൊട്ടത്തേക്ക് എറിഞ്ഞത്. അവ മറന്നുപോയി കാണും. അളിയ മറന്നു പോയാലും ഞാൻ ഓർപ്പിക്കും. അളിയ ഓർപ്പിക്കില്ല. അളിയ ഞാൻ ഓർപ്പിക്കും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? വരുന്നത് അമ്മായിയപ്പനോ അപ്പനോ ഒന്നും അല്ലല്ലോ, നമ്മുടെ മരുമോനല്ലേ. പേടിക്കാതെ ഇവിടെ നിക്ക്. അല്ലാതെ എന്നാലും പ്രശ്നമാണ്. നീ വാടി കൊച്ചേ, എനിക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നാ കാര്യം? അളിയ അവന്റെ സംസാരത്തിന്റെ ടോണിലുണ്ട് എന്തോ വശപ്പശകൊണ്ട്. ഒന്നതവൻ പാറപെടാണ് ജോലി ചെയ്യണത്. ഉരുക്ക് കൈയാണ്. നെഞ്ചാമൂടിയൊക്കെ ഒരു ഇടി ഇടിച്ചു കഴിഞ്ഞാൽ അളിയൻ വീണ് കിളിയും. നമുക്ക് സൈഡ് വരെ ഇവിടെ ഊറാണ് നല്ലത്. അളിയ, വേതാളത്തിൽ എടുക്കണ പോലെ എന്നെ അങ്ങ് എടുത്തോണ്ട് പോകാവോ? എന്റെ DVD കംപ്ലൈന്റ് അളിയ. ഈ വീഡിയോ ഇവിടെ ഉള്ള അത് കംപ്ലൈന്റ്. അവിടെ ചെല്ലുമ്പോ 2 പെഗ് മേടിച്ചു തരാം. കയറിക്കോ അളിയ. എന്താ? ഇറങ്ങാം. എന്തിനു തീർത്തിട്ട് അവൻ ഇങ്ങ് വന്നാ പ്രശ്നമാവും. ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ വാഴക്കയ്യാൽ വന്നിരിക്കുന്ന കാക്ക പോലെയാകും. ഇറങ്ങും. അയ്യോ, ഒരു സൈക്കിൾ വരുന്നുണ്ട്. അയ്യോ, അവനാത് തന്നെ. സോറി, വീട് മാറി. വീടൊന്നും മാറിയിട്ടില്ല, ഇത് നിന്റെ വീട് തന്നെ. അല്ലേലും നിനക്ക് ഞങ്ങളുടെ വീടൊന്നും അറിയത്തില്ലല്ലോ. രാത്രിക്കല്ലായിരുന്നോ വരുന്നത്? ഇറങ്ങടാ അങ്ങോട്ട്. അയ്യോ, ദേഷ്യത്തിലാ. കണ്ടോ, ഇത്രയും പേര് ഇവിടെ നമ്മൾ നിന്നിട്ട് നമ്മളോടൊരു വാക്കും മിണ്ടാതെ അവൾ ആശ ആശയെന്ന് വിളിക്കുന്ന കേട്ടില്ലേ?
ഇങ്ങോട്ട് പാടി ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി പാടി ഞാൻ പറഞ്ഞു ഇത്ര ദേഷ്യം ഞങ്ങളെല്ലാം മറന്ന് ഇവിടെ പിണക്കം മാറ്റാൻ വന്നില്ലേ? എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റിയ മൂടല്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം സംസാരിച്ച് ഇവിടെ വെച്ച് തീർത്തേ പറ്റത്തുള്ളൂ. ചേച്ചി ഇവിടെ വെച്ച് തീർക്കാൻ പറ്റൂല. കയ്യിൽ വിട. ഇല്ല, കയ്യൊന്നും വിടത്തില്ല. നിങ്ങളൊന്ന് പിടിച്ചേ, നിങ്ങളൊന്ന് പറഞ്ഞു. എന്തോന്ന് കാണിച്ചത്? വയറ്റ് അടിച്ച ദേഷ്യം കൂടെയല്ലേ ഉള്ളൂ. ഞാൻ ഒരു സ്നേഹത്തിന് വേണ്ടി ചെയ്തതല്ലേ. നിങ്ങൾ എന്തോന്ന് നോക്കിക്കുന്നു? ഇവനെ ഒന്ന് പിടിച്ച ഒന്ന് അടക്ക്. ഇരിയടാ അങ്ങോട്ട്. പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ വീട്ടിൽ പഴിപ്പിച്ച നല്ല ഒന്നാം തരം പഴം കൊണ്ടുപോയി ഇങ്ങ് എടുത്തടിയാത്. ഒന്നാം തരം പഴം കൊണ്ടുവച്ചിട്ട് അത് കഴിച്ചാൽ നിന്റെ മനസ്സിനൊരു സുഖം കിട്ടും. ഈ സമയത്ത് തന്നെ എടി ആശയ ഇച്ചിരി വെള്ളം ഇങ്ങ് എടുത്തേടി. മാമിക്കെന്റെ കാര്യം മനസ്സിലായി. വെള്ളം കൊണ്ടുവരാൻ പറ. എടി ഇച്ചിരി ചൂട് വെള്ളം ഇങ്ങ് എടുക്ക്. അയ്യോ വേണ്ട, പൊള്ളും. ഇല്ല, ചൂട് വെള്ളം ഇതിലൊക്കെ നല്ലത്. വിടുവാമാ. ചേട്ടാ എന്താ നീ ഒറ്റ ഒരുത്ത കാരണമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഗർഭിണിയായിപ്പോയി. കണ്ടോ ഗർഭിണിയായ ഇവളോട് ഇങ്ങനാണെങ്കിൽ ഗർഭമില്ലാത്ത നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഒന്ന് ഗർഭിണിയായാ മതി. എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയണമെന്നും. എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയണമെന്നും. പിടിച്ചോണേ. എന്താ? എനിക്ക് കക്കൂസ് പോണോന്ന്. മുട്ടി ഓടിയൊന്നും. എന്ത് പാടി കൊച്ചവനി? അമ്മേ ചേട്ടന് കക്കൂസ് പോണോന്ന്. മക്കളെ മുറുക്കെ പിടിച്ചോ. ഒരു കാരണവശാലും കക്കൂസ് കക്കൂസിനകത്ത് അവൻ എന്തോ ടൂൾസ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ടൂൾസ് എന്ന് പറഞ്ഞാ അതിനെ വെട്ടമുള്ള വടിവാള്. അതിനെ വെട്ടി കൊല്ലും. അതിനാ കക്കൂസ് പോണെന്ന് പറഞ്ഞത്. എന്നാ വിടരുത്. പിടിച്ചോ. ഇവൻ ഇന്ന് കക്കൂസിൽ പോയില്ലേ? ആ 2 പ്രാവശ്യം പോയമ്മേ. കള്ളത്തിന് പറയുന്നത് ഇവിടെ. കക്കൂസ് പോണെന്ന് ആരെങ്കിലും കള്ളത്തരം പറയൂ. വേണ്ട, നമ്മുടെ ഭക്തന് ജീവനുണ്ട് ഇവരെ കക്കൂസിൽ പോകാൻ വേണ്ടി. വിടത്തില്ല. കളിയല്ല, കാര്യമാണ്. ഇല്ല, വിടത്തില്ല. ഞാൻ അങ്ങ് പോണില്ല. ഞാൻ എങ്ങും പോകും. ഞാൻ ഉറപ്പാണ്. എഴുന്നേക്കുന്നതാണോ നിങ്ങളെ കുഴപ്പം? പോകുന്നില്ല. വിടും. സംഭവടിയാ. ഒരു കുഴപ്പമില്ല. പിടിച്ചിട്ടുണ്ടവിടെ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, അയങ്ങിപ്പോയി. കഞ്ചാവാട്ടോ, ശരി കഞ്ചാവാ. എന്റെ മോളുടെ ഭാവി സമ്മതിക്കില്ല. ഞാൻ ഒരു ആഴത്ത് നിന്നകത്ത് കയറാൻ സമ്മതിക്കത്തില്ല. ഇനി അഥവാ നീ കയറുവാണെങ്കിൽ എന്റെ ശവത്തെ ചവിട്ടി നീ ചെറുക്കൻ എന്ത് പ്രാന്താ. അവൻ കയറി പോയത് വേണ്ട. നമ്മളെ തല്ലെന്ന് പറഞ്ഞ അവൻ കയറി പോയത്. നമ്മളെ കൊച്ചിനെ വിളിച്ചിറക്കൊണ്ട് വന്നിട്ട് നമ്മളെ തല്ലു വന്ന്. നിങ്ങളിത് കണ്ടായിരുന്ന? ഇതെനിക്ക് ഫുട്ബോൾ കളിക്ക് പോയപ്പോ റഫറി എന്ന മഞ്ഞക്കാടല്ല. പിന്നെ എന്തിനാ ഭ്രാന്തിന് എനിക്ക് ഡോക്ടർ എഴുതി തന്ന തുണ്ട. അയ്യോ, രാവിലെ കൊല്ലും. അതോ കൊല്ലും. എനിക്ക് സഹിക്കാൻ വയ്യ. ചേട്ടനെ ഒരു ബക്കറ്റ് കൊണ്ട് കാലി തുള്ളി വരുവാ. അയ്യോ, ഓടിക്കോ, തല തെറിച്ചു പോകും. ഞാൻ പൊട്ടി മരട്ടാ പോയി. നീ വെളിയിറങ്ങി നിൽക്കല്ലേ, പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങണത്. പൊളിക്കല്ലേ. പിടിച്ചോ. അളിയാ, ഞങ്ങള് പിടിച്ചിട്ടുണ്ട്. അളിയൻ വേഗം ഇറങ്ങിട്ട് ഒരു ഓട്ടോ വിളിച്ചോട്ട് വാ, നമുക്ക് പോകാം. അളിയൻ വേഗം പാകളിയാ. ചേട്ടാ അവനകത്ത് കയറി കളിയാ. അതിനകത്ത് ടൂൾസ് വല്ല ഇരിപ്പുണ്ടോ? കൈ നോക്കാൻ പറ്റും അതിനകത്ത്. ഒരു കാര്യം ചെയ്യാം, ശ്രദ്ധിക്കാം. ബാബാ അപ്പൊ എന്തോ പ്ലാൻ ചെയ്യാണ്. അരിവാള് രാഗണതാ. അയ്യോ, പല്ല് കടിക്കണു. അറിയത്തോളം ദേഷ്യം ഇടിച്ച് തീർക്കണ. എടി ചോദിക്കടി, എന്തെങ്കിലും ചോദിക്കടി. ചേട്ടാ ഒന്ന് അടങ്ങേട്ടാ. അടങ്ങാനാ തുടങ്ങിയിട്ടേ ഉള്ളു. ഞാൻ അങ്ങോട്ട് വരട്ടെ, നിനക്ക് ഞാൻ താണിച്ച്. അവൻ ഏതായാലും ഇറങ്ങാൻ താമസം ഉണ്ടാവും. നമുക്ക് ഇവിടെ സ്ഥലം വിട്ടാലോ? അയ്യോ, ഈ പെങ്കൊച്ചിനെ കൂടെ കൊണ്ടുപോകണ്ടേ? അവളെ കൊണ്ടുപോവാ. ഈ പ്രാന്തന്റെ കൂടെ അച്ഛാ, ഞാൻ പ്രഗ്നന്റ് അല്ലേ? അതൊക്കെ ഇവിടെ വെച്ചാല് അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. വേണ്ട, കള്ളപ്പേര് കേൾക്കും. എന്റെ ചേട്ടൻ. ചേട്ടനെ പിന്നെ ആയാലും കിട്ടും നിനക്ക്. അച്ഛനും അമ്മേനും കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുമോ? നീ വരുവാണെങ്കിൽ വാ വച്ചേ. മനുഷ്യൻ ഇങ്ങനെ കുനിയാൻ പറ്റൂ. 2 പ്രസവിച്ച സുഖം. അമ്മ
ഫാൻ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ മണ്ടേ കയറിയിരിക്കായിരുന്നു. കാറ്റ് കയറത്ത് റിസ്ക് എടുത്തില്ലേ. അതെ, അവനിങ്ങി ഇറങ്ങാനായാലും താമസിക്കും. നമ്മള് പതുക്കെ ഇവിടെ നിന്ന് ഒറ്റ മൂങ്ങ് അപ്പോഴേക്ക് ഓട്ടോ വിളിക്കാൻ വിട്ടു പോവാ. നീ എവിടെ പോണ്ടി? ഞാൻ വീട്ടിൽ പോണു. എന്തിന്? ഇത്ര നേരം എന്റെ അച്ഛനോട് അമ്മയുടെ കാണിച്ചു തന്ന ചേട്ടന് ഓർമ്മയില്ല? എടി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എടി നീ രാവിലെ ചേട്ടാ തുടങ്ങി ഇപ്പൊ വറ്റ പിടിച്ചാ വിളിക്ക വീട്ടിൽ എത്താം. പോയത് തന്നെ എന്ത് ഞങ്ങൾ നോക്ക്. ഓടിയെടുത്തോണ്ട് എന്തോ കാണിക്കാൻ പോകുന്നു. എന്റെ ദൈവമേ, അവൻ വല്ല പത്തല് വഴി എടുത്ത് തലക്കെട്ടടിക്കാൻ പോകുന്നതായിരിക്കും. ഒന്ന് ചെന്ന് സമാധാനിപ്പിക്കുക വഴിയാ. ഞാനൊന്ന് നോക്കാം, അല്ലാതെ എനിക്ക് വയ്യ. പെങ്ങളെ അവൻ പോയാ? അവൻ അപ്പുറത്തെ പറമ്പിലോട്ട് ഓടിയിട്ടുണ്ട്. ഇറങ്ങട്ടാ? ഇറങ്ങ്, വേഗം ഇറങ്ങ്. അയ്യോ, ചേട്ടനും കൂടെ വന്നിരുന്നെങ്കിൽ അയ്യോ പോകാമായിരുന്നു. അയ്യോ അങ്ങോട്ട് പോയത്? അങ്ങോട്ട്. അയ്യോ ചേട്ടൻ വരുന്നു. ചേട്ടൻ അച്ഛനും വരുന്നു. അയ്യോ എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞ പോലെ പത്തല് വഴി എടുത്തേറ്റ് ചേട്ടന്റെ മൂക്കിന്റെ പാലടിച്ചു പൊട്ടിച്ചേ. അയ്യോ അച്ഛാ, അയ്യോ മൂക്ക് പോയി. ഈ കൈ കൊണ്ടാണോ നിങ്ങൾ എന്റെ അച്ഛനെ മൂക്കിനടിച്ചത്? അച്ഛനെന്ന് ഞാൻ അടിച്ചൊന്നുമില്ല. ഈ കൈ എടി അടിച്ചൊന്നും ഇല്ലെന്ന. പിന്നെ നിങ്ങളെന്തിനാ ഇങ്ങനെ മൂക്ക് മൂക്കുമൊത്തല്ലെന്ന്. അവൻ ശുദ്ധ പാവം, അവന്റെ മനസ്സിലൊന്നുമില്ല. ഞാൻ ചെന്നപ്പോ അവന്റെ വിഷമമല്ല അവിടെ ഇറക്കി വെച്ചു. അത്ര സംഭവിച്ചോളൂ. നിങ്ങൾക്ക് ഇതെങ്ങനെ പെട്ടെന്ന് മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. വാ, പറഞ്ഞു തരാം. നിങ്ങൾ എന്തുവാ പറയുന്നത്? ഇങ്ങോട്ട് വാ. എടാ, അവൻ പറമ്പിലേക്ക് പോയത് എന്തിനാന്നറിയോ? ഇല്ല. ടൂറിന് പോയതാ. ഇത്ര അയ്യോ ഭയങ്കര കോമഡി. നിനക്കിത് അങ്ങോട്ട് പറഞ്ഞാ പോരായിരുന്നു വന്നപ്പോഴേ? ഞാൻ വന്നപ്പോഴേ പറഞ്ഞില്ല എനിക്ക് പോണം. അപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഞാൻ ആയുധം കൊണ്ട് ഒളിപ്പിച്ചു. ചേട്ടാ എന്താ ചേട്ടാ ഈ മിണ്ടരുത്. നീ ഒറ്റ കാരണം ഇത്ര വിഷയം ഉണ്ടായ. നീ രാവിലെ എനിക്ക് പായസം ഉണ്ടാക്കി തന്നില്ലേ? അത് കുടിച്ചപ്പം തുടങ്ങിയ വിഷയമാണ്. ആ പായസമാണ് വിഷയം. അയ്യോ എന്തോ അയ്യോ പറയാതെ കാര്യം പറ. ചേട്ടൻ ഞാൻ രാവിലെ തന്നില്ലേ പായസം, അതിന്റെ ബാക്കി ഞാൻ എവർക്കും കൊടുത്തു. നമുക്ക് ഒന്നിച്ചിരിക്കാം. പിന്നെ ഒന്നിച്ചിരിക്കാനേ ഇത് കതിർപണ്ടമല്ല കക്കൂസ. മരുമോനെ, ഈ പുറകിലത്തെ പറമ്പ് നിന്റെയാണോ? ആധാരം ഒന്ന് എടുത്ത് നോക്കാം. സമയമല്ല മാമ, വാ വസ്തു അടക്കാം. ഗംഭീരമായിട്ട് മറ്റൊരു എപ്പിസോഡ് നമ്മൾ ഇതാ ഇവിടെ വൈൻഡ് ചെയ്യാൻ പോവുകയാണ്. കേർട്ടൻ ഇടാൻ പോവുകയാണ്. ചെയ്യണ്ടേ? നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. ആരാ പറഞ്ഞ മാക്കിനെ പിടിക്കാനാണ്? ആരാ? അല്ലല്ലോ ഇത്രയും വെളിച്ചോണ്ടായിട്ട് കാണുന്നില്ല. എല്ലാത്തൊരു സാധനം കൊണ്ടുവന്നിട്ട് നോക്കാണ്. ഞാൻ ഈ ഇരുട്ടത്ത് സഞ്ചരിച്ച് ശീലിച്ചു പോയതുകൊണ്ടേ ഇങ്ങനെ പോയി നോക്കണം. എന്നാലും എനിക്ക് കറക്റ്റ് അത് ശീലമായി പോയി. ഉണ്ടെങ്കിലും ഞാൻ അത് കത്തിച്ചോണ്ട് വരും. ഇങ്ങനെ വരുന്നവരുടെ അടുത്തൊക്കെ ഞാൻ സാധാരണ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. എന്താണ്? ആരാ എന്താ? ആരാ എന്താ എന്ന് ഞാൻ പറയാം. ഇവിടെ ഈ മറ്റേ നാട്ടുപ്രമാണി ആരാണ്? ഞാൻ സാറേ. ഞാനാണ് സാറേ. ചേച്ചിയെ കാണാനാണ് വന്നത്. സംഭവം പറഞ്ഞത് എനിക്കൊരു പരാതി പറയാനുണ്ട്. അല്ല, പരാതി പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്നെ പറഞ്ഞാൽ എന്റെ പ്രൊഫഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ മനസ്സിലാക്കും. എന്താണ് താങ്കളുടെ പ്രൊഫഷൻ? ഞാനൊരു കള്ളനാണ്. എന്തേ കള്ളൻ? ഞാനെന്ന് പറഞ്ഞാൽ നോർമൽ കള്ളനല്ല, എനിക്ക് ചെറിയ പ്രത്യേകതകളുണ്ട്. ഞാനിപ്പോ ഒരു വീട്ടിലിപ്പോ എന്തെങ്കിലും മോഷ്ടിച്ചു കഴിഞ്ഞാൽ ആ സാധനങ്ങൾ എടുത്തതിന് ശേഷം വെറുതെ ആ വീട്ടിൽ നിന്ന് പോവില്ല. കല്ല് വാങ്ങിയിട്ടേ പോകും. അങ്ങനെയല്ല, ഇടയ്ക്ക് കയറരുത്. അപ്പം അത് ഞാൻ വീട്ടിൽ നിന്ന് പോവില്ല. എന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ നമ്മൾ നോക്കുമ്പോൾ എന്തായാലും അവരെ വീട്ടിൽ നമ്മൾ സ്വർണ്ണോ എന്തെങ്കിലും കാശോ എടുക്കുമല്ലോ. അപ്പൊ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഗുണം ചെയ്തിട്ടേ പോവാം. ഒരു ദോഷം ചെയ്തതാണ്. അപ്പൊ ആ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ ഇപ്പൊ മുറ്റം തൂക്കാനോ പശുവിനെ കഴുകാനോ ഇച്ചിരി പാത്രം കഴുകാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പശുവിനെയൊക്കെ കഴുകി പാത്രം കഴുകി കരയാത്ത കൊച്ചുണ്ടെങ്കിൽ എടുത്ത് കുളിപ്പിച്ചൊക്കെ കിടത്തി സത്യം വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് തീർത്ത് വെച്ചിട്ട് ഇത്രയും ചെയ്യുമ്പോ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ ക്ഷീണിക്കുവേ. അപ്പൊ ക്ഷീണിച്ച് കഴിയുമ്പോൾ എനിക്ക് വിശക്കുവേ. അപ്പൊ ഞാൻ തന്നെ അതിന്റെ അടുക്കളയിൽ ഞാൻ തന്നെ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ അടുക്കളയിൽ ഇച്ചിരി ചോറൊക്കെ എടുത്ത് വെച്ച് ഒരു എരിയും ഇച്ചിരി മീൻകറിയൊക്കെ വെച്ച് കഴിച്ച് വാർത്തയൊക്കെ കാണുമ്പോൾ ഇച്ചിരി ഉറക്കം വരുവേ. അപ്പൊ നേരെ ആ വീട്ടിൽ തന്നെ ഞാൻ കിടന്നുറങ്ങിയിട്ട് ആ വീട്ടിലെ പട്ടിയോ പൂച്ചയോ കോഴിയോ വെളുപ്പിനോ 5-5:30 മണിയാകുമ്പോൾ കിടന്ന് കുറയ്ക്കോ കൂവയോ എന്തെങ്കിലും ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ എണീറ്റ് ഞാൻ എന്റെ വീട്ടിൽ പോകും.
ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടി. ഞാൻ ഈ ഇടയ്ക്ക് കോട്ടയം ഭാഗത്ത് ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടി പോയിരുന്നു. കോട്ടയം വീട്ടിൽ ഇതുപോലെ കയറി സാധനങ്ങൾ എടുത്തു, എല്ലാം കൂടെ ബാഗിലാക്കി നോക്കുമ്പോൾ ആ വീട്ടിൽ മൊത്തം കിടക്കുന്നു. പുസ്തകം താഴെ, പത്രം താഴെ, അടുക്കള വൃത്തികേടാക്കി ഇട്ടേക്കുന്നു, മുറ്റം ഫുള്ള് ചവറ്. ഞാൻ ഇതൊക്കെ വെളുപ്പാങ്കാലം 2-2:30 മണിക്ക് ഇതെല്ലാം വൃത്തിയാക്കി നേരെ കിച്ചണിൽ കയറി അവിടെ ഇരുന്ന് ചോറും ഉണ്ടാക്കി എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഷെൽഫിൽ കുറേ കുപ്പികൾ. കുപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ABCD-Z വരെയുള്ള എല്ലാ അക്ഷരത്തിൽ തുടങ്ങുന്ന കുപ്പിയും ആ ഷെൽഫിൽ. കോട്ടയത്ത് അങ്ങനെ കുപ്പി നിർത്തി വെച്ചു വീട്. ഇത് സംഭവിച്ചത് വീട് എവിടെയാന്ന് പറഞ്ഞേ? അത് വീട് ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഇത്രയും കുപ്പി അവിടെ കണ്ടപ്പോഴേ സ്വാഭാവികമായിട്ടേ നമുക്കിത് കാണുമ്പോൾ രണ്ടെണ്ണം അടിക്കാൻ തോന്നേ. ഞാൻ ഇത് എടുത്തടിച്ചു സുഖമായിട്ട്. പിന്നെ എനിക്കിതൊരു ശീലമായി. അവിടുന്ന് ഞാൻ പിന്നെ എല്ലാ 1-ാം തീയതി ആവുമ്പോഴും ഞാൻ വേറൊരു വീട്ടിൽ പൊട്ടിക്കാൻ പോലും ഇവിടെ തന്നെ വേറെ കുപ്പി അവിടെ ഇരിപ്പുണ്ടല്ലോ. കുപ്പി വീണ്ടും 1-ാം തീയതി അവിടെ ചെല്ലും, ഞാൻ എടുത്തടിക്കും. ഇതിന്റെ വേറെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് 1-ാം തീയതിക്ക് ഞാൻ ചെന്നാലും കഴിഞ്ഞ മാസം 1-ാം തീയതിക്ക് ഞാൻ അടിച്ചു വെച്ചിട്ട് പോകൂലേ, അതിൽ നിന്ന് ഒരു അളവ് പോലും കുറഞ്ഞിട്ടില്ല. ഇതിൽ നിന്ന് ആരും എടുത്ത് കുടിക്കുന്നില്ല. പിന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഈ ഷെൽഫിന്റെ തൊട്ട് താഴെ ഒരു കലം, ഒരു ഓസ്, ഒരു ഇലക്ട്രിക് സ്റ്റൗവ്, ഇതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി ആ വീട്ടിലുള്ള അങ്ങേര് വാറ്റിക്കുടിയാണ്. പുള്ളി ഈ മദ്യം കുടിക്കുന്നില്ല. എനിക്ക് അങ്ങനെ മനസ്സിലായി. ഇപ്പൊ പ്രശ്നമൊന്നുമല്ല, ഇവിടുന്ന് എല്ലാ 1-ാം തീയതിക്കും സാധനം കൊടുത്ത് അടിച്ചടിച്ചടിച്ച് എന്റെ ലിവർ ഫിറോസ് നിനക്ക് ലിവർ സിറോസിസ് അതായി. അപ്പം അതുകൊണ്ട് എനിക്ക് അതിന് പൈസ ചോദിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. അല്ല, ഇത് എവിടെയാണ് സ്ഥലം? എവിടെയാ? കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരി പോണ വഴിക്ക്. കോട്ടയത്ത് ചങ്ങനാശ്ശേരി പോണ വഴിക്ക് ഒരു ഷാപ്പുണ്ട്. ഷാപ്പ് അവിടെ കുറെ ഷാപ്പ്, കോട്ടയം അല്ലയോ? ഒരു ഷാപ്പ്. അപ്പൊ ഷാപ്പിന്റെ സൈഡിലൂടെ കയറി പോകുമ്പം ഒരു മുറ്റത്ത്, ആ വീട് കണ്ട പെട്ടെന്ന് അറിയാം, ഒരു മുറ്റത്ത് ഒരു പേരമരം ഉണ്ട്. പേരമരം. ആ പേരമരത്തിലെ പേരയ്ക്ക ഒരു വവ്വാല് പോലും എടുത്തോണ്ട് പോകരുന്ന് വിചാരിച്ചിട്ട് അത് വലയിട്ട് മൂടി ലാമിനേഷൻ ചെയ്ത് വെച്ചേക്കുന്നു. അതായത് വലയിട്ട് ഇങ്ങനെ കൂടാരം കെട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ആ വീട് കണ്ട തിരിച്ചറിയാൻ പറ്റും. വീട് കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വീടാണ്. തിളങ്ങും ഇങ്ങനെ ഇരുന്ന്. പിന്നെ അതിന്റെ സൈഡിലൂടെ അകത്തോട്ട് ചെല്ലുമ്പോൾ ഒരു മറ്റേ കച്ചിപ്പുരയുണ്ട്. ഒരു പിന്നെ കിണറിന്റെ സൈഡിലൂടെ പോകും. ആ പേരമരത്തിന് അവിടെ ഇരിക്കാനൊക്കെ പടിയുണ്ട്. പടിയുണ്ട് അല്ലേ? അയ്യോ, ആ വീട്ടിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഈ മറ്റേ സെറ്റപ്പ് സ്റ്റെപ്പ് വെച്ചിട്ടുള്ള പേരാണ് ഞാൻ പറഞ്ഞുതരാം. പടിക്കൽ ഹൗസ്. ഇത് നിങ്ങൾ പരിചയമുള്ള വീടാ? ചെറുതായിട്ടൊന്നും അറിയാം. അങ്ങനെ ബന്ധുക്കളായിട്ട് വരും. ഈ പറഞ്ഞ ആള് ബന്ധമുണ്ടാവും. ഫാമിലി ഫ്രണ്ടാ? അപ്പന്റെ വീടാണ് തറവാട്, ഞങ്ങളുടെ പടിക്കൽ ഹൗസ്. അപ്പൊ അച്ഛനാണ് ആ വീട്ടിലുള്ളല്ലേ? ആ മറ്റേതൊക്കെ വെച്ചാൽ ഇത് ചുമ്മാ അല്ല. ആ പേരയ്ക്ക ആർക്കും കൊടുക്കണില്ല, വലയിട്ട് മുടിക്കുന്നു. പേരയ്ക്ക വാറ്റിയാണ് പുള്ളി കുടിക്കുന്നത്. വേറെ ഒന്നുമില്ല, എന്റെ ലിവർ ഇച്ചിരി പ്രശ്നമാണ്. എനിക്കൊരു 10 ലക്ഷം രൂപ ഇവിടുന്ന് വേണം. അത് ഇവിടുന്ന് വേണം. ഇവിടുന്ന് 10 ലക്ഷം രൂപയോ? 10 ലക്ഷം രൂപ ഇവിടുന്ന് നിനക്ക് 10 ലക്ഷം രൂപ ലിവർ മാറ്റി വെക്കണ്ടേ? പിന്നെ ലിവർ മാറ്റി ഞങ്ങൾ 10 ലക്ഷം രൂപ? 5 ലക്ഷം രൂപയും വേണം. പറ്റത്തില്ല. എന്തിനാ 5 ലക്ഷം രൂപ തരുന്നത്? നിനക്ക് വേണമെങ്കിൽ നീ മാറ്റണം. ഒരു 2.5 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയോട് ഒരു നയ പൈസ പോലും ഇവിടെ നേരത്തില്ല. സമയത്രേ? 10 മണിയാ പറയും. ഒരു പൈൻ്റ് എടുക്കാനുള്ള പൈസ നിങ്ങൾ തരും? ഇല്ല. എനിക്ക് ഇത് അറിയായിരുന്നു. ഞാൻ ഈ പൈസ ചോദിച്ചവരുടെ പരിപാടിയും ഇങ്ങനെയൊക്കെ ഞാൻ ഇവിടെ വരല്ലേ, ഇത് ഇങ്ങനെ ആവോളെന്ന് എനിക്ക് അറിയാമല്ലോ. എന്നെ അങ്ങോട്ട് ഇറക്കണ്ട, ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്ത് വിട്ടോ. ആദ്യം ഞാന് പേരമരത്തിന്റെ കാര്യത്തിലൊക്കെ നിന്നുകൊണ്ട് ഈ പൊന്നാട ഇട്ട് നമുക്ക് അങ്ങ് ആദരിക്കാം. നിന്റെ അപ്പൻ്റെ ആണോ നോക്കാല്ലല്ലോ? അല്ലല്ല, ഇതൊന്നും. ശരി, എല്ലാരും നല്ലൊരു കയ്യടി കൊടുക്കാം. ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് കൗണ്ടർ, ബെസ്റ്റ് ജളി, ബെസ്റ്റ് കര, ബെസ്റ്റ് പുഴുങ്ങൽ, പോരാതെ എല്ലാം ബെസ്റ്റ് വാങ്ങി അകലിരിക്കട്ടെ. ശ്രീവിദ്യയുടെ കൂട്ടുകാരന് വീണ്ടും കിട്ടി. നമ്മളെന്നെ അടിച്ചു ചേട്ടാ. നിനക്ക് അഭിമാനിക്കാം. എന്നെ പെട്ടെന്നൊന്നും അത് ഓഫ് ആക്കൂ. നമുക്ക് പോവാം. അടുത്ത ദിവസം കാണാം ഗൈസ്. ഓക്കെ, അപ്പൊ വൈ സോ സീരിയസ് കോമഡി മാസ്റ്റേഴ്സിൽ ഇനി ഫുൾ ഓൺ ഫയർ.